നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം VS മുരാരി തന്ത്രി. ഒരുപാട് പേരുടെ സംശയത്തിന് ഒരു ലഘു വിവരണം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ശരിക്കും എല്ലാവരുടെയും സംശയം എന്ന് പറഞ്ഞാൽ, ക്ഷേത്രങ്ങളിൽ നേർച്ചകൾ പറയാൻ പാടുണ്ടോ? അത് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷം ഉണ്ടോ? ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓഫീസുകളിൽ പോയി കൈക്കൂലി കൊടുത്ത് കാര്യം സാധിക്കുന്ന ഒരു സമ്പ്രദായം നമ്മൾക്ക് എല്ലാവർക്കുമുണ്ട്. അതുപോലല്ല ദേവന്മാരുടെ ഹിതം. നമ്മൾ അവർക്ക് കൈക്കൂലി കൊടുക്കാം എന്ന് പറഞ്ഞാൽ ഒരു കാര്യങ്ങളും നടക്കത്തില്ല. അതാണ് ശരിക്കും നേർച്ചകൾ. ഒരു കുണ്ടലിനി ചൈതന്യം വിധിപ്രകാരം ആവാഹിച്ച് പ്രതിഷ്ഠ നടത്തുമ്പോൾ ആ തന്ത്രി പടിത്തര വ്യവസ്ഥിതിയിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ആ ദേവനുമായി ബന്ധപ്പെട്ട ഉള്ള എല്ലാ കാര്യങ്ങളും. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നേർച്ചകൾ ഒരിക്കലും പറയാതിരിക്കുക. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള വഴിപാടുകൾ ചെയ്യണം എന്ന് നിർബന്ധമാണെങ്കിൽ കൃത്യമായി ആ ക്ഷേത്രത്തിലെത്തി ആ വഴിപാട് നടത്തിയിരിക്കുക. എനിക്ക് ഇന്ന കാര്യം സാധിച്ചാൽ ഞാൻ ഇന്നത് ചെയ്തു കൊള്ളാം എന്ന് ഒരിക്കലും ഒരു ക്ഷേത്രത്തിലും നേർച്ചകൾ നേരരുത്. ഇപ്പം നമ്മൾ പലരും ലോട്ടറി എടുക്കാറുണ്ട് അല്ലേ? ഓണം ബമ്പർ എടുത്തിട്ട് ഇതടിച്ചാൽ ഗുരുവായൂരപ്പന് ഒരു തുലാഭാരം നടത്തിയേക്കാം എന്ന് നമ്മൾ പറയുന്നു. അപ്പം ഇത് അടിക്കുന്നില്ല. അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ആ ഭഗവാനെ നമ്മൾ കുറ്റം പറയും അല്ലേ? നമ്മൾ ശരിക്കും നേർച്ച പറഞ്ഞു, ആ നേർച്ച നമുക്ക് ഫലവത്തായില്ല. അപ്പം ചെയ്യുന്ന കർമ്മങ്ങളൊക്കെയും അറിഞ്ഞുരച്ചങ്ങ് ചെയ്തിടണം, കർമ്മത്തിൻ ഫലം ആർജിച്ചെടുത്തിടണം എന്നൊക്കെയാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. ഏതൊരു കർമ്മമായാലും നമ്മൾ അറിഞ്ഞു തന്നെ ചെയ്യണം. അപ്പം നമ്മൾ എന്ത് വേണം? ഒരു കാരണവശാലും നേർച്ചകൾ ക്ഷേത്രത്തിലേക്ക് പറയരുത്. പറഞ്ഞാൽ അത് കൃത്യസമയത്ത് ചിലപ്പോൾ നമുക്കതിൻ്റെ ഫലം കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഈ നേർച്ച ചെയ്യാതെ വരും. ഒരു പക്ഷേ ഇത് ഫലം കിട്ടിയാലും ചിലപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് ശരിക്കും ഈ നേർച്ചകൾ ചെയ്തു തീർക്കാൻ പറ്റാതെയാകും. പലരുടെയും ഒരു സമ്പ്രദായമാണ്, മക്കളുടെ പ്രസവം എടുക്കുമ്പം അങ്ങോട്ട് നേർച്ചകൾ പറയുക. മക്കളുടേതായ ഏതെങ്കിലും കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമ്മുടെ ഉദ്ദിഷ്ട ഫലപ്രാപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ നേർച്ചകൾ പറയുക. ഇപ്രകാരം കാര്യങ്ങളൊക്കെ ഒരുപാട് പേർ ചെയ്യുന്നുണ്ട്. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള സമ്പ്രദായത്തിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കുക. പണ്ട് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയിരുന്നു. എങ്ങനെയെന്നാൽ കുലദേവതമാരെ പൂജിക്കും, 1. 2 സ്ഥലദേവതമാരെ പൂജിക്കും. പിന്നെ അത്രത്തോളം യാത്ര ചെയ്യാൻ ശേഷിയുള്ളവരാണ് ഈ നാട് നീളെ പോയി ക്ഷേത്രങ്ങൾ ദർശനം നടത്തി വന്നിരുന്നത്. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ സാമ്പത്തിക ശേഷി ഉണ്ട്, എവിടെ വേണമെങ്കിലും പോകാനുള്ള സൗകര്യമുണ്ട്. അപ്പം ഏതൊരു ക്ഷേത്രത്തിലോ നിങ്ങൾ പോകുന്നുവോ അവിടുത്തെ എന്താ നേർച്ചയെന്ന് വെച്ചാൽ അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അല്ലാതെ അവിടെ ചെന്നിട്ട് എനിക്ക് ലോട്ടറി അടിക്കണം, അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ കാര്യം ഇങ്ങനെ നടക്കണം, അല്ലെങ്കിൽ എനിക്ക് വീട് വെക്കണം, എനിക്ക് വാഹനം എടുക്കണം, ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ നേർച്ചകൾ പറയുന്നു. ഇതൊന്നുമല്ല ഭഗവാന്റെ ജോലി. ആദ്യം അത് മനസ്സിലാക്കുക. ഒരു ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ദേവൻ്റെ ചൈതന്യം നമ്മളുടെ നെഗറ്റീവിനെ എടുത്ത് പോസിറ്റീവിനെ തരിക എന്നുള്ള ഒരു കർത്തവ്യമാണ് ക്ഷേത്രങ്ങളിൽ ശരിക്കും നടക്കുന്നത്. അതായത് നമ്മുടെ നെഗറ്റീവിനെ വലിച്ചെടുത്ത് താഴികക്കുടത്തിലൂടെ അത് പുറത്തേക്ക് വിട്ട് അടുത്ത പോസിറ്റീവിനെ എടുത്ത് നമ്മളിലേക്ക് തരുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അല്ലാതെ നിങ്ങൾ പറയുന്ന നേർച്ചയോ കാഴ്ചയോ ഭഗവാൻ ചെവിക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്തു തരത്തില്ല. നമ്മൾ തന്നെ നമ്മുടേതായ കാര്യങ്ങൾക്ക് അധ്വാനിക്കുകയും ആ സമയത്തുണ്ടാകുന്ന നെഗറ്റീവുകൾ എന്തെന്ന് വിദഗ്ധനായ ഒരു ജ്യോതിഷിയെ കണ്ട് അത് കൃത്യമായി പരിഹരിച്ച് കൊണ്ടുപോവുകയും ചെയ്താൽ, ഒരു വണ്ടിക്ക് കേടുപാട് സംഭവിക്കുമ്പോൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി അത് റിപ്പയർ ചെയ്യുന്നത് പോലെ ആണ് നമ്മുടെയും അവസ്ഥകൾ. ആദ്യം അത് മനസ്സിലാക്കുക. അല്ലാണ്ട് ഈ ചില ജ്യോതിഷന്മാരായാലും ചില കർമ്മികളായാലും ചില വ്യക്തികളായാലും പറയുന്ന കാര്യമുണ്ട്, അവിടത്തേക്ക് ഇന്ന നേർച്ച സങ്കല്പിച്ചോളൂ. അത് തെറ്റായ ഒരു ധാരണയും തെറ്റായ രീതിയുമാണ്. നമ്മൾ ഒരാൾക്ക് അത്താഴം കൊടുക്കാം എന്ന് സങ്കല്പിച്ച് വീട്ടിൽ അത്താഴം വെച്ചാൽ
അയാളെ വിളിച്ച് വരുത്തി ഇരുത്തി കൊടുക്കാതെ അയാളുടെ വയറ് നിറയുമോ? ഇല്ലല്ലോ. അതുപോലെയാണ് ഈ നേർച്ചകളൊക്കെയും. അപ്പം കഴിവതും നിങ്ങൾ ഓരോ വ്യക്തികളും നേർച്ചകൾ ഒഴിവാക്കുക, നല്ല കർമ്മങ്ങൾ ചെയ്യാൻ ശീലിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ക്ഷേത്രത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അത് പോയി സന്തോഷമായി അവിടെ ചെയ്യുക. അല്ലാതെ ഭഗവാനെ വിളിച്ച് ഗുരുവായൂരപ്പനെ വിളിച്ചിട്ട് പറയാ അവിടെ തുലാഭാരം നടത്തിയേക്കാൻ ഞാൻ, അല്ലെങ്കിൽ ഒരു വെണ്ണ വഴിപാട് നടത്തിയേക്കാം, ഇതിൻ്റെ ഒന്നും ആവശ്യം ഗുരുവായൂരപ്പനില്ല. അപ്പം അവിടെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനിയെങ്കിലും ഇത്തരം സംവിധാനങ്ങളിൽ നിന്നും എല്ലാവരും ഒന്ന് വിട്ടേക്കുക. പകുതി ദോഷം അങ്ങോട്ട് മാറിയിരിക്കും. നമ്മൾ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയി നോക്കുമ്പം ജ്യോത്സ്യന്മാർ ചോദിക്കാറുണ്ട്, ഇന്ന നേർച്ചക്കട ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കും, ഞാൻ നേർച്ച പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇങ്ങനൊരു നേർച്ച എവിടെയാണ് പറഞ്ഞിരിക്കണേ? അവസാനം ജ്യോത്സ്യൻ്റെ മുമ്പിൽ നിന്ന് വല്ലാത്തൊരു പരിഭ്രമത്തിൽ നമ്മൾ ഇറങ്ങും. ഇറങ്ങിയിട്ട് നമ്മുടെ ചിന്ത എന്താ, ഇത് എവിടെയാണ്, എന്നാണ് നേർച്ച പറഞ്ഞത്? അങ്ങനെ നമ്മൾ ഈ ആലോചനയിൽ പോകുമ്പം കൃത്യമായി നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വണ്ടി അപകടത്തിൽപ്പെടും. ഉടനെ ജ്യോത്സ്യരെ വിളിക്കും അല്ലേ? നമ്മുടെ ചിന്ത വേറെയാണ്, അതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും നേരെ എന്ത് ചെയ്യും? ജ്യോത്സ്യരെ വിളിക്കും. പറയും, ഇപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് നേർച്ചക്കട ഉണ്ട്. ഞാനത് ആലോചിച്ച് വന്നപ്പോഴാണ് എൻ്റെ വണ്ടി തട്ടിയത്. തീർന്നില്ലേ കഥ? അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നേർച്ചകളും കാഴ്ചകളും പറയാണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു പള്ളിയിലോ ഒരു അമ്പലത്തിലോ എവിടെയാച്ചാൽ നിങ്ങൾക്ക് സമർപ്പിക്കാനുള്ളത് അവിടെ അങ്ങോട്ട് സമർപ്പിച്ചേക്കുക. അല്ലാതെ നേർച്ചയും വഴിപാടും പറഞ്ഞാൽ ഒരു ദേവനും കേൾക്കുകയില്ല. ആ ദേവൻ്റെ പണിയും അതല്ല. ആദ്യം ചിന്തിക്കുക കേട്ടോ. നന്ദി, നമസ്കാരം.